പഴയ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടില് 1-2 ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് വെച്ച് ഒരു അടിപൊളി സംഭവം അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ അതെ, ഞാൻ ഓൾറെഡി ഈ ബെഡ്ഷീറ്റിന്റെ വീഡിയോ കാണിച്ചിട്ടുമുണ്ട്, ഫിറ്റഡ് ബെഡ്ഷീറ്റില്. ഇപ്പൊ വീട്ടില് കിങ് സൈസ് ബെഡ് വാങ്ങിച്ചപ്പോ നമുക്കിത് വേണ്ട, കാര്യം ഇതിന്റെ ഓരോ കോർണറിലും ഇലാസ്റ്റിക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് രാത്രി പുതക്കെങ്കിലും ചെയ്യാമായിരുന്നു. അപ്പോൾ വെറുതെ ഇരിക്കല്ലേ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയതാണ്. അപ്പോൾ ആദ്യമേ ഞാൻ ഇലാസ്റ്റിക് അങ്ങൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇതിൽ സൈഡിലെ ഇലാസ്റ്റിക് ഒക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നിവർത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഇതൊന്ന് രണ്ടാക്കി ഒന്ന് മടക്കിയെടുക്കാം. പക്ഷേ ഇത് രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു മടക്കും കൂടെ നമുക്ക് ഇങ്ങനെ കൂടെ മടക്കി കൊടുക്കാം. നമ്മള് ബെഡ്ഷീറ്റ് ഇങ്ങനെ ഒന്ന് 4 മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഓൾറെഡി ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആക്കിയത് കൊണ്ടിട്ട് എനിക്കിവിടെ കുറച്ച് തുണി കുറവാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടും കൂടെ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. അതുപോലെ നമ്മൾ ഈ ഭാഗത്തൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ ഒരു നൈറ്റി ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമേ ഇതിന് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ 7 ഇഞ്ചാണ്. താഴത്തേക്ക് ആം ഹോളും 7 ഇഞ്ചിൽ ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് 9 ഇഞ്ചാണ്. അതിന് 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് 11 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങ് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ചെസ്റ്റ് വരെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇംബിൾട്ട് സ്ലീവ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 5 ഇഞ്ചാണ് എനിക്ക് സ്ലീവ് ലെങ്ത് വേണ്ടത്. അതിനെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് 6 ഇഞ്ചിൽ ഞാൻ സ്ലീവ് അങ്ങോട്ട് എടുക്കുവാണ്. ഇനി നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഷേപ്പ് ലെങ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഷേപ്പിന്റെ വിഡ്ത്ത്. നൈറ്റി ആകുമ്പോൾ അത്യാവശ്യം നല്ല ലൂസിൽ തന്നെ അങ്ങ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ചെസ്റ്റിൽ നിന്ന് നേരെ നമുക്ക് താഴത്തേക്ക് പോകണം. അതിന് മുന്നേ നമുക്ക് വേണ്ട നൈറ്റിയുടെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇന്ന് ലെങ്ത് വേണ്ടത് 53 ഇഞ്ചാണ്. ഇതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് 55 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതാ ഈ ഒരു അളവ് നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കും. താഴ്ത്തുനിന്ന് ഞാനൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സ്ലീവിന്റെ ഈ വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിന്റെ വണ്ണം ഇവിടെ 6 ഇഞ്ചാണ്. ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ സ്ലീവ് ലെങ്ത് വേണ്ടത് അതിങ്ങോട്ടേക്ക് നീട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് നമ്മുടെ ചെസ്റ്റിലേക്ക് ഇങ്ങനെ അങ്ങൊരു കുഴിച്ചൊന്നിങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൽ നമുക്ക് സെപ്പറേറ്റ് ഇതിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെങ്ങനെ അങ്ങോട്ട് താഴത്തേക്ക് അങ്ങ് കട്ട് ചെയ്തങ്ങ് എടുക്കാം. ഇതിൽ നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും 3 ഇഞ്ചാണ് കുർത്തിക്കും നൈറ്റിക്കൊക്കെ നെക്ക് എടുക്കുന്നത്. ഇന്നിപ്പോ 2.5 ഇഞ്ച് മതി. കാര്യം നമ്മളിത് പെറ്റിക്കോട്ടിന്റെ സൈഡ് അടിക്കുന്നത് പോലെയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടിട്ട് 2.5 ഇഞ്ച് ലെങ്ത്തും കൊടുക്കുക. അതുപോലെ തന്നെ നെക്കിന്റെ ലെങ്ത്ത് 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 2 നെക്കും ഒരുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് യു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തങ്ങ് എടുക്കാം. യു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോൾ ഒരു നൈറ്റി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഓൾറെഡി ഇതൊന്ന് ഞാൻ തുറന്ന് കാണിച്ചു കേട്ടോ. ഇതുപോലത്തെ ഒരു നൈറ്റിയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. 2 പീസ് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ നൈറ്റി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു പീസിൽ നിന്ന് ഞാനൊരു 8 ഇഞ്ച് ലെങ്ത്തിലും അതുപോലെ 8 ഇഞ്ച് വിഡ്ത്തിലും ഒരു ചെറിയൊരു കഷ്ണം ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഒരു നൈറ്റിയിൽ ഇങ്ങനെ ഫ്ലവർ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അളവ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഡിസൈൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് 8 ഇഞ്ചോ 7 ഇഞ്ചോ 6 ഇഞ്ചോ അങ്ങനെ കുഴപ്പമില്ല. ഇങ്ങനെ അങ്ങോട്ട് തുണി കുറച്ച് കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തങ്ങ് എടുക്കണം. ഇത്രയുള്ള തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 9 കഷ്ണം ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള ഈ വേസ്റ്റ് കഷ്ണം എല്ലാം നമുക്ക് വേണം. അപ്പൊ നമുക്ക് നൈറ്റി ആദ്യമേ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഒരു പാർട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നല്ല വശമാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഉൾവശം. ഇതിന്റെ മീതെ നമുക്ക് രണ്ടാമത്തെ തുണിയും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ 2 നല്ല വശങ്ങൾ തമ്മിൽ വേണം നമുക്കൊന്ന് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പൊ ആദ്യമേ നമ്മുടെ ഇത് ഷോൾഡർ ഭാഗം, ഇത് സ്ലീവിന്റെ ലെങ്ത്തിന്റെ ഭാഗം, ഇവ തമ്മിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. സെയിം അതുപോലെ തന്നെ ഈ ഭാഗവും ഡബിൾ സ്റ്റിച്ച് അങ്ങ് ചെയ്തെടുക്കാം. ഈ ഭാഗം നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇങ്ങനെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇങ്ങനെ 2 പാർട്ട് ഇങ്ങനെ അങ്ങ് ആക്കിയെടുക്കുക. ഇനി നമുക്കിതിന്റെ ഈ നെക്കാണൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതിന്റെ ഉൾവശം ഇങ്ങനെ അങ്ങ് എടുക്കാം. എടുത്തിട്ട് നമ്മൾ പെറ്റിക്കോട്ടിന്റെ ഒക്കെ സൈഡ് ചെയ്യത്തില്ലേ, ഇതുപോലെ ഇങ്ങനെ ആദ്യമേ ഒന്ന് മടക്കുക, വീണ്ടും ഒന്ന് മടക്കിയിട്ട് അറ്റം വരെ ഇങ്ങനെ അങ്ങ് തയ്ച്ചു കൊടുക്കുക. ഇതിന്റെ താഴെ വശം ഇങ്ങനെ
എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഏറ്റവും താഴെ വരെ അങ്ങ് കൂട്ടി തയ്ച്ച് എടുക്കാം. അപ്പോൾ നൈറ്റിയുടെ 2 വശവും കൂട്ടി തയ്ച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കാം. നമ്മുടെ നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ബെഡ്ഷീറ്റ് ആണെങ്കിൽ നമുക്ക് പുറത്തിടാം. നിങ്ങൾ നെക്ക് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് കറക്റ്റായിട്ട് ചെയ്തെടുത്താൽ മതി. ഞാനപ്പോൾ ഇത് രാത്രിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുത്തത് കേട്ടോ. ഇത് നോക്കി നല്ല ലെങ്ത്തുള്ള ഒരു നൈറ്റിയാണ് നമ്മൾ തയ്ച്ചെടുത്തത്. ഇത് ഇട്ട് കാണിച്ചതാം, അവസാനം കാണിച്ചതാം. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് ചെയ്യാം. ഇതുപോലത്തെ കുറേ കുഞ്ഞു കഷ്ണങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ. അപ്പോൾ ആദ്യമേ ഒരു കഷ്ണം എടുത്തു, എന്നിട്ട് ഇതിൻ്റെ മീതെ രണ്ടാമത്തെ കഷ്ണം ഇങ്ങനെ വെക്കാം. വെക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നല്ല വശം നമ്മൾ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ഇതിൻ്റെ മീതെ വീണ്ടും മൂന്നാമത്തെ തുണി എടുക്കാം. എന്നിട്ട് അതിൻ്റെ നല്ല വശവും തമ്മിൽ ഇതും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒറ്റ പീസായിട്ട് അങ്ങ് കിട്ടും. 3 കഷ്ണങ്ങൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതുപോലെ എല്ലാം ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവ തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയുള്ള കഷ്ണം കിട്ടും. വീണ്ടും ഈ കഷ്ണം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് ഒറ്റ പീസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഒറ്റ പീസാക്കി ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴയ ചുരിദാറിൻ്റെയോ എന്തിൻ്റെയോ ഒരു കഷ്ണം ഇങ്ങനെ അങ്ങ് എടുക്കാം കേട്ടോ. ഉൾവശമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മീതെ തയ്ച്ച തുണിയില്ലേ, ഇതിങ്ങനെ അങ്ങോട്ട് വിടർത്തി ഇട്ട് കൊടുക്കാം. നമ്മൾ തുണി ഇങ്ങനെ അങ്ങോട്ട് വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ തുണിയുടെ നല്ല വശം, അതുപോലെ ടോപ്പിന്റെ നല്ല വശമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇതിൽ 3 ഭാഗം ഇങ്ങനെ അങ്ങ് തയ്ച്ചെടുക്കാം. ഒരെണ്ണം ഇങ്ങനെ വിട്ടു കൊടുക്കാം കേട്ടോ. അതേ 3 വശം ഇങ്ങനെ അങ്ങ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വശം മാത്രം ഇങ്ങനെ അങ്ങ് വിട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് തയ്ക്കാനുള്ളത് ഈ ഒരു ലൈൻ തയ്ക്കാം, അതുപോലെ തന്നെ ഈ ഒരു ലൈൻ തയ്ച്ചു വെക്കാം കേട്ടോ. അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മീതെ കൂടെ നമുക്ക് ഓൾറെഡി ഇവിടെ സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു കാർഡ് ഉണ്ടാവും, അതിന്റെ പുറത്ത് കൂടെ അങ്ങോട്ട് തയ്ച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒട്ടിപ്പുറത്ത് ഒന്ന് ചെയ്തെടുക്കാം. ഇങ്ങനെ 3 പോക്കറ്റ് ഇങ്ങനെ അങ്ങോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. അതാ കണ്ടോ, 1, 2, 3 പോക്കറ്റ്. ഞാൻ ആ ബാക്കി ഉണ്ടായതെല്ലാം ഇങ്ങനെ വെട്ടി ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ അങ്ങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ബെഡ്ഷീറ്റിന്റെ തന്നെ ബാക്കിയാണ്, നമുക്ക് വേറെ കഷ്ണങ്ങളൊന്നും ആവശ്യം വരില്ല. ഇനി ഇത് കുറേശ്ശെയായി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാം. ഒന്ന് കുളത്തിലായിട്ട് ഇങ്ങനെ വെട്ട് തുണികളൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് തയ്ച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം അടുത്തതിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് വെക്കാം. ഈ ഒരു മാർക്കിങ്ങിൽ വെച്ച് തന്നെ നമുക്കൊന്ന് തയ്ച്ചിങ്ങനെ എടുക്കാം. ഞാൻ ഈ 3 കോളത്തിലും ഇങ്ങനെ വെട്ട് കഷ്ണങ്ങൾ ഒന്ന് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഈ 4 വശം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കിതിങ്ങനെ മടക്കി അങ്ങ് തയ്ച്ചു കൊടുക്കാം, അതും അല്ലെങ്കിൽ വേറൊരു കഷ്ണം കൂടി വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ 3 കഷ്ണം വെട്ട് കഷ്ണം എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഇപ്പുറവശം ഇങ്ങനെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്കൊരു 1/2 ഇഞ്ചിൽ തയ്ച്ചു കൊടുക്കാൻ. അതാ ഇങ്ങനെ അങ്ങ് തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന്റെ നല്ല വശം എടുക്കാം. അതായത് ഈ വശം എടുത്തിട്ട് ഈ വശത്തേക്ക് ഇതിങ്ങനെ മടക്കി നമുക്ക് തയ്ച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ മാറ്റിന്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടോ. ഞാൻ ഈ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ബോർഡർ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്തെടുക്കാം. നമുക്ക് തിരിച്ചു വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഈ ഭാഗവും നമ്മൾ നല്ല ഫിനിഷ് ആയിട്ട് തന്നെയാണ് തയ്ച്ച് എടുത്തിരിക്കുന്നത്. ഈ ഫ്ലവർ ഇങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി ഭംഗി കൂടുതലാണ്. അതുപോലെ നമ്മുടെ നൈറ്റിയും കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ പഴയ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്